O come, Emmanuel, on ransom captive Israel, that mourns in lonely exile here, until the Son of God appear. Rejoice, rejoice, Emmanuel shall come to thee, O Israel. O come, Adonai, Lord of might, who to thy tribes on Sinai side, in ancient times near scheme the Lord, in cloud and majesty and awe. Rejoice, rejoice, Emmanuel shall come to thee, O Israel. O come, thou root of Jesse free, thine own from Satan's tyranny. From depths of hell thy people save, and give them victory on the grave. Rejoice, rejoice, Emmanuel shall come to thee, O Israel. O come, thou dayspring from on high, and cheer us by thy drawing nigh. Disperse the gloomy clouds of night, and as dark shadows put to flight. Rejoice, rejoice, Emmanuel shall come to thee, O Israel. O come, thou King of David, come, and open wide our heavenly home. Make safe the way that leads on high, and close the path to misery. Rejoice, rejoice, Emmanuel shall come to thee, O Israel. Welcome to another Sunday edition of Kindergarten at Bethesda. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ കന്യകമറിയാം തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കുവാൻ യഹൂദ്യ മലനാട്ടിൽ പോയ ആ ചരിത്ര സംഭവം ഈ ഞായറാഴ്ച ഒന്നുകൂടെ നാം സ്മരിക്കുകയാണ്. എലിസബത്തിൻ്റെ അടുക്കിലേക്കുള്ള കന്യകമറിയാമിൻ്റെ യാത്ര, അവരുടെ ആ കൂടിക്കാഴ്ച, പരസ്പരം അംഗീകരിച്ച് ഉയർത്തുന്നത്, ആ കൂട്ടായ്മ എന്താണ് അന്നവർക്ക് സാധ്യമാക്കിയത്? തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വൻകാര്യങ്ങൾ,
വീര്യപ്രവർത്തികൾ, അത്ഭുത വിഷയങ്ങൾ ഇവ പരസ്പരം പങ്കുവച്ച് അവർ ദൈവത്തിൽ ആനന്ദിക്കുകയായിരുന്നു, സന്തോഷിക്കുകയായിരുന്നു, ദൈവത്തെ പാടിപ്പുകഴ്ത്തുകയായിരുന്നു. തങ്ങളുടെ ശരീരങ്ങളിൽ അവർ അനുഭവിക്കുന്ന തിരിച്ചറിയാവുന്ന ആ ദൈവിക സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ മഹാത്ഭുതം, അതായിരുന്നു അവരുടെ സന്തോഷ കാരണം. അതിനാലാണ് അവർ ദൈവത്തെ പാടി സ്തുതിച്ചത്. ഇവിടെ കന്യകമറിയാമിൻ്റെ പാട്ട് വളരെ ശ്രദ്ധേയമാണ്. വിശ്വപ്രസിദ്ധമായ ആ പാട്ട് ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണ്. ദൈവം എന്താണ് ചരിത്രത്തിൽ ചെയ്തത്, ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ദൈവത്തിലുള്ള പ്രത്യാശ, ഇതെല്ലാം ആ പാട്ടിലുണ്ട്. അതുപോലെ തന്നെ ദൈവസ്നേഹം, ദൈവിക രക്ഷ, മനുഷ്യജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവിക ഇടപെടലുകൾ, മനുഷ്യ സമൂഹം അവഗണിക്കുന്ന അവരനോടുള്ള ദൈവിക കരുതൽ, ഇതെല്ലാം മറിയാമിൻ്റെ പാട്ടിലുണ്ട്. ഇങ്ങനെ ഒരു പാട്ട് പാടുവാൻ തക്കവണ്ണം കന്യകമറിയാമിനെ പ്രേരിപ്പിച്ചത് എന്താണ്? ദൈവവചനത്തിൽ അഥവാ തിരുവെഴുത്തുകളിലുള്ള കന്യകമറിയാമിൻ്റെ ആഴമായ അറിവാണ് അതിന് കാരണം. കന്യകമറിയാമിൻ്റെ ആ റിസോഴ്സ് തിരുവെഴുത്തുകളായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ഞായറാഴ്ച അതിനാൽ തന്നെ ഒരു പ്രത്യേക ദിവസമായി സഭ കണക്കാക്കുന്നു. വേദപുസ്തക ഞായർ അഥവാ ബൈബിൾ സൺഡേ. ദൈവവചനം വായിക്കേണ്ടതിൻ്റെയും പഠിക്കേണ്ടതിൻ്റെയും അനുനിമിഷം മനനം ചെയ്യേണ്ടതിൻ്റെയും ആവശ്യകത സഭ നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ തിരുവചന പാഠം വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷമാണ്. അതിൻ്റെ 1-ാം അധ്യായം 39 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 39 through 55. ആ നാളുകളിൽ മറിയം എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സഖറിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയമിൻ്റെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ഇങ്ങനെ വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഈ എലിസബത്ത് ഈ കാര്യം എങ്ങനെയാണ് അറിഞ്ഞത്? കന്യകമറിയാം പറഞ്ഞിരുന്നില്ല. കന്യകമറിയാമിന് ഗബ്രിയേൽ ദൂതൻ്റെ അരുളപ്പാടുണ്ടായത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ ദൈവപുത്രനാണ്, അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ കന്യകമറിയാം ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയാമെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ അവളോട് പറഞ്ഞു, പുരുഷനെ അറിയുന്ന കാര്യമൊന്നും ഇവിടെ പ്രസക്തമല്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ, അതാണ് ദൈവപുത്രൻ, അവന് നീ യേശു എന്ന് പേരിടണം. ഒരു അടയാളം ദൂതൻ കന്യാമറിയാമിന് കൊടുത്തു. നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. അവൾക്കിത് 6-ാം മാസമാണ്. ഈ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് കന്യകമറിയാം ഈ യഹൂദ്യ മലനാട്ടിലേക്ക് ചെല്ലുന്നത്. കന്യകമറിയാമിൻ്റെ വന്ദനം കേട്ട ഉടനെ തന്നെ ഈ എലിസബത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന പ്രജ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ അറിഞ്ഞു,
തൻ്റെ അടുക്കൽ വരുന്നവൾ യേശുവിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയം പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കാരണം ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കരുണയോർക്കേണ്ടതിന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. കന്യകമറിയാമിൻ്റെ ഈ പാട്ട് അറിയപ്പെടുന്നത് ദ മാഗ്നിഫിക്കാറ്റ് എന്നാണ്. കാരണം ഈ പാട്ട് തുടങ്ങുന്നത് എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, മൈ സോൾ മാഗ്നിഫൈസ് ദ ലോർഡ് എന്നാണ്. ഇതിൻ്റെ ലാറ്റിൻ പരിഭാഷയാണ് മാഗ്നിഫിക്കാറ്റ് എന്നത്. ഈ പാട്ട് മനുഷ്യ സമൂഹങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ കൊണ്ടുവരുന്നു. ദിസ് മാഗ്നിഫിക്കാറ്റ് ഈസ് ഫുൾ ഓഫ് റിവേഴ്സൽസ്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഒരു വിപ്ലവ ഗാനമായി നമുക്ക് കണക്കാക്കാം. നാം വായിച്ച 52 53 വാക്യങ്ങളിൽ പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി ദൈവം താണവരെ ഉയർത്തിയിരിക്കുന്നു എന്ന് കാണുന്നു. അതുപോലെ വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു എന്നും കാണുന്നു. ഈ പാട്ടിലെ ചിന്തകൾ ഏത് സംസ്കാരത്തിലും സമൂഹത്തിലും തലമുറകളിലും മനുഷ്യവർഗങ്ങളിലും അത്യാവശ്യമായി ഉയർന്നു നിൽക്കേണ്ടതാണ്. അനീതിയിൽ നിന്നും അന്യായം ചെയ്യുന്ന നിയമപാലകരിൽ നിന്നുമുള്ള വിടുതൽ ഏത് മനുഷ്യ സമൂഹവും ആഗ്രഹിക്കുന്നതാണ്, ആഗ്രഹിക്കേണ്ടതുമാണ്. മറ്റു പല ചിന്തകളും ഈ വചനപാഠത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവസ്നേഹം, ദൈവ ഇഷ്ടം, അതുപോലെ ദൈവവചന ജ്ഞാനം. കന്യകമറിയാമിനുണ്ടായിരുന്നത് അതാണ്. തിരുവെഴുത്തുകളിലുള്ള അഗാധമായ അറിവാണ് ഇങ്ങനെ ഒരു പാട്ട് എഴുതുവാൻ തക്കവണ്ണം കന്യകമറിയാമിനെ ഇടയാക്കിയത്. അതുപോലെ എളിമ കൊണ്ടുവരുന്ന അനുഗ്രഹം. താഴ്മയുള്ളവർക്കാണ് ദൈവം കൃപ നൽകുന്നത്. ദൈവം നിഗളികളോട്, അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു. 51 വാക്യത്തിൽ നാം വായിച്ചു, ദൈവം തൻ്റെ ഭുജം കൊണ്ട് ബലം പ്രവർത്തിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു എന്ന്. കന്യകമറിയാം താഴ്മയുടെ നിറകുടമായിരുന്നു. അതിനാലാണ് ദൈവപുത്രനെ പ്രസവിക്കുവാനുള്ള ഭാഗ്യം, ആ മഹാഭാഗ്യം അവൾക്ക് ലഭിച്ചത്. 48 വാക്യത്തിൽ കന്യകമറിയാം പറഞ്ഞിരിക്കുകയാണ്, ദൈവം തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. യേശുക്രിസ്തുവിനെ പ്രസവിച്ചതുകൊണ്ട് അന്നു മുതൽ ലോകമെമ്പാടും എല്ലാവരും കന്യകമറിയാമിനെ ഭാഗ്യവതി ഭാഗ്യവതി
എന്ന് വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ വേദവചന ഭാഗത്ത് നിഴലിച്ച് കാണുന്ന മറ്റൊരു കാര്യമാണ് ആതിഥ്യ മര്യാദ. എലിസബത്ത് കാണിച്ചതുപോലെയുള്ള ആ ആതിഥ്യം. 96 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ കന്യകമറിയാം യഹൂദ മലനാട്ടിൽ എത്തിയിരിക്കുന്നത്. അവളെ എങ്ങനെയാണ് എലിസബത്ത് സ്വീകരിച്ചത്? അവളോട് പറഞ്ഞ നല്ല വാക്കുകൾ എന്തെല്ലാമാണ്? ഇന്ന് സമൂഹത്തിൽ നിന്ന് അന്യമായി പോയിരിക്കുന്നത് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ്. മറ്റുള്ളവനെ ആദരിക്കുക, സ്വീകരിക്കുക, അവരോട് നല്ല വാക്കുകൾ പറയുക. ഇതൊന്നും നാം ഇന്ന് കാണുന്നില്ല. പക്ഷേ എലിസബത്തിൻ്റെ ആ മാതൃക എല്ലാവർക്കും അംഗീകരിക്കത്തക്കതാണ്. കന്യകമറിയാമിനെ കണ്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ തക്കവണ്ണം ആ ഒരു സാമീപ്യം, ആ ഒരു മീറ്റിംഗ് ഇടയാക്കി എന്നുള്ളതാണ്. ദൈവവചനം നാം എത്രമാത്രം ഉൾക്കൊള്ളുന്നുവോ, അനുസരിക്കുന്നുവോ, അത് മനനം ചെയ്യുന്നുവോ, അതനുസരിച്ചാണ് നമ്മുടെ ഈ സ്വഭാവങ്ങളെല്ലാം പ്രകടമാകുന്നത്. മറ്റുള്ളവരെ സ്വീകരിക്കുവാനും ആദരിക്കുവാനും അവരോട് നല്ല ആതിഥ്യ മര്യാദ കാണിക്കുവാനും നല്ല വാക്കുകൾ പറയുവാനുമുള്ള ആ അവസരമെല്ലാം ഉണ്ടാകുന്നത്, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് നമ്മിലുള്ള ദൈവബോധമാണ്. അതിനാലാണ് ഈ ബൈബിൾ സൺഡേയിൽ തിരുവചനം നാം പഠിക്കണം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ അംഗീകരിച്ച് ഉയർത്തുവാൻ, അവരുടെ കുറവുകൾ അംഗീകരിച്ച് അവരുടെ ബലഹീനതകളിൽ അവരെ സഹായിച്ച് കൂടെ കൂട്ടുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ ദൈവവചന ജ്ഞാനമാണ്. അതിനുദാഹരണമായി പഴയ നിയമത്തിൽ നിന്നും ഒരു സംഭവം നമുക്ക് പഠിക്കാം. From the book of Exodus, chapter 7, verses 1 to 7. തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ ഈജിപ്തിലെ ഫറവോൻ രാജാവിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവം മോശയെ നിയോഗിക്കുന്നു. രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഞാൻ വാക്ചാതുര്യമുള്ളവനല്ല എന്ന് മോശ ദൈവത്തോട് പറയുന്നു. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞില്ല, എന്നാൽ നീ പോകണ്ട, ഞാൻ നിന്റെ ജ്യേഷ്ഠനായ സഹോദരനെ അയക്കാമെന്ന്. ദൈവം മോശയോട് പറഞ്ഞത്, നിന്റെ സഹോദരനായ അഹറോൻ നിനക്ക് വേണ്ടി സംസാരിക്കുമെന്ന്. ആ ഒരു കൂട്ടായ്മയാണ് ദൈവം കൊടുത്തത്, മോശയും അഹ്റോനുമായുള്ള ആ കൂട്ടായ്മ. മോശ അഹ്റോനെ അംഗീകരിച്ചു, അഹ്റോൻ മോശയെ അംഗീകരിച്ചു. അഹ്റോൻ പറഞ്ഞില്ല, എൻ്റെ അനുജനെ സഹായിക്കുവാൻ ഞാൻ പോകയില്ല എന്ന്, ഞാൻ തനിയെ പോകാമെന്ന്. അവർ രണ്ടുപേരും ചേർന്നുള്ള ആ കൂട്ടായ്മയിലാണ് ദൈവം ഈജിപ്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. ഇത് നമുക്കൊരു പാഠമാണ്. അവരനെ അംഗീകരിക്കുന്നതിലൂടെ ദൈവമഹത്വം വെളിപ്പെടുന്നത്. നമുക്ക് വായിക്കാം. Then the Lord said to Moses, See, I have appointed you as my ambassador to Pharaoh, and your brother Aaron shall be your spokesman. Tell Aaron everything I say to you, and he will announce it to Pharaoh, demanding that the people of Israel be allowed to leave Egypt. But I will cause Pharaoh to stubbornly refuse, and I will multiply my miracles in the land of Egypt. Yet even then Pharaoh won't listen to you, so I will crush Egypt with a final major disaster and then lead my people out. പലരെയും പല പാഠങ്ങളും സർവശക്തനായ ദൈവം പഠിപ്പിക്കുന്നു. അവരനെ അംഗീകരിക്കുവാൻ മോശയെയും അഹ്റോനെയും പഠിപ്പിക്കുന്നു. ദൈവശക്തി ദുഷ്ടനായ ഫറവോൻ രാജാവിനെ പഠിപ്പിക്കുന്നു. The Egyptians will find out that I am indeed God,
when I show them my power and force them to let my people go. So Moses and Aaron did as the Lord commanded them. Moses was 80 years old and Aaron 83 at this time of their confrontation with Pharaoh. മോശയും അഹറോനും കൂടെ ചേർന്നാണ് എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞത്. അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഫറവോൻ മനസ്സ് കഠിനപ്പെടുത്തിയപ്പോഴും മഹാത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ് ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചത്. ദൈവവചനത്തെ ഗൗരവമായി എടുത്ത, ദൈവവചനം ഉൾക്കൊണ്ട ഒരുവൻ എങ്ങനെയായിരിക്കും? അവൻ വിശ്വാസത്തിൽ ഉറച്ചവനായിരിക്കും, ധൈര്യശാലിയായിരിക്കും, ധീരൻ, ഭയമില്ലാത്തവനായിരിക്കും, അപരനെ ചേർത്തുകൊള്ളുന്നവനായിരിക്കും. മറ്റുള്ളവരിൽ തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ തന്നെയും അവരിലുള്ള നന്മകൾ മാത്രം കണ്ടുകൊണ്ട് അവരെ അതിൽ ഉത്സാഹിപ്പിക്കുകയും അവരെ ജീവിതയാത്രയിൽ മുന്നേറുവാൻ തക്കവണ്ണം പ്രോത്സാഹിപ്പിക്കുന്നവനും തൻ്റെ കൂട്ടായ്മയിലേക്ക് അവരെ ക്ഷണിക്കുന്നവനുമായിരിക്കും. ഇങ്ങനെയുള്ള ഒരുവനെ നമുക്ക് പഠിക്കാം അടുത്ത വചനപാഠത്തിൽ നിന്നും. ആക്ട്സ് ഓഫ് ദി അപ്പോസിൽസ് ചാപ്റ്റർ 9 വേഴ്സസ് 26 to 30. Upon arrival in Jerusalem, Paul tried to meet with the believers, but they were all afraid of him. They thought he was faking. Then Barnabas brought him to the apostles and told them how Paul had seen the Lord on the way to Damascus, what the Lord had said to him, and all about his powerful preaching in the name of Jesus. Then they accepted him, and after that he was constantly with the believers and preached boldly in the name of the Lord. But then some Greek-speaking Jews with whom he had argued plotted to murder him. However, when the other believers heard about his danger, they took him to Caesarea and then sent him to his home in Tarsus. ഈ വേദഭാഗത്ത് നാം വായിച്ചത് അപ്പോസ്തലനായ പൗലോസ് യെരുശലേമിലേക്ക് മടങ്ങി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്രീക്ക് സ്പീക്കിംഗ് ജ്യൂസ് അഥവാ യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരാൽ തനിക്ക് നേരിടേണ്ടി വന്ന കഷ്ടങ്ങളാണ്. അതിന് കാരണമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പണ്ട് തൻ്റെ മാനസാന്തരത്തിന് മുമ്പ് ശൗലായിരുന്ന കാലത്ത് ഇതേ യെരുശലേമിൽ അനേകം ക്രിസ്തുവിശ്വാസികളെ പീഡിപ്പിക്കുകയും പലരെയും കൊല്ലുകയും ചെയ്തിരുന്നു. അത് ഇവർക്കറിയാം. ഇവിടെ നിന്നാണ് സിറിയയിലെ ക്രിസ്തുവിശ്വാസികളെ ഉപദ്രവിക്കുവാനായി മഹാപുരോഹിതൻ്റെ അധികാരപത്രവും വാങ്ങി ശൗൽ പോയത്. യാത്രാമധ്യേ ഡമാസ്കസിൽ വെച്ചാണ് യേശുക്രിസ്തുവുമായുള്ള ആ എൻകൗണ്ടറിൽ ശൗൽ മാനസാന്തരപ്പെട്ട് പൗലോസായി മാറിയത്. താൻ കണ്ടുമുട്ടിയ ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും താൻ മനസ്സിലാക്കിയ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുവാനുമായി ഡമാസ്കസിലുള്ള സിനഗോഗുകളിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു വന്നിരുന്നു. അവിടെ നിന്ന് യെരുശലേമിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിച്ചു. അവിടെയുള്ള വിശ്വാസികളെ കാണുവാനും അപ്പോസ്തലന്മാരെ കാണുവാനും പൗലോസ് ആഗ്രഹിച്ചു. യെരുശലേമിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് 3 വർഷക്കാലം അറേബ്യയിൽ ദൈവവചനം പ്രസംഗിച്ചിരുന്നു പൗലോസ്. അത് ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 17 നമുക്ക് കാണുവാൻ കഴിയും. യഹൂദയ്ക്ക് കിഴക്കുള്ള ആ പ്രദേശങ്ങളിൽ യേശുക്രിസ്തുവിനെ പൗലോസ്ലീഹ പ്രസംഗിച്ചു. അവിടെ നിന്നാണ് യെരുശലേമിലേക്ക് പൗലോസ് അപ്പോസ്തലൻ കടന്നു വരുന്നത്.
പൗലോസിൻ്റെ ഈ വരവ് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾക്ക് ഭയമായി. അവർക്ക് വിശ്വസിക്കുവാൻ പ്രയാസം. ക്രിസ്തുവിശ്വാസികളെ കൊന്നുമുടിച്ചിരുന്ന ഇവൻ്റെ മാനസാന്തരം ശരിയായ മാനസാന്തരമാണോ അതോ ഫേക്കാണോ എന്ന് അവർ ഭയപ്പെട്ടു. They thought he was faking. അവിടെയാണ് ബർന്നബാസ് സഹായത്തിനെത്തുന്നത്. Then Barnabas brought him to the apostles and told them how Paul had seen the Lord on the way to Damascus. പൗലോസ് ലീഹ എങ്ങനെയാണ് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നത്, എങ്ങനെയാണ് യേശുക്രിസ്തുവുമായുള്ള ആ എൻകൗണ്ടർ ഉണ്ടായത്, അതെല്ലാം ഈ വിശ്വാസികളെ ബർന്നബാസ് പറഞ്ഞു കേൾപ്പിച്ചു. പൗലോസ് ലീഹായെ കൈക്ക് പിടിച്ച് അവരുടെ അടുക്കൽ കൊണ്ടുചെല്ലുകയാണ് ബർന്നബാസ് ചെയ്തത്. അത്രമാത്രം ധൈര്യമുണ്ടായിരുന്നു ഈ ബർന്നബാസിന്. കാരണം ബർന്നബാസിന് യേശുക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസമായിരുന്നു. ദൈവവചനം ഉൾക്കൊണ്ടവനായിരുന്നു ബർന്നബാസ്. അവൻ ധൈര്യശാലിയായിരുന്നു, ഭയമില്ലാത്തവനായിരുന്നു. മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ, അവരിൽ എത്രമാത്രം തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിരുന്നാൽ തന്നെയും അവരിലെ നന്മ കണ്ടുകൊണ്ട് അവരെ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ബർന്നബാസ് ഉത്സുകനായിരുന്നു. പൗലോസ് ഇപ്പോൾ മാനസാന്തരപ്പെട്ടവനാണ്, പണ്ടത്തെ ശൗലല്ല എന്ന് ഈ ബർന്നബാസ് അവരെ പറഞ്ഞു മനസ്സിലാക്കി. പക്ഷേ ഇതൊന്നുകൊണ്ടും ആ യഹൂദന്മാർ കൂട്ടാക്കിയില്ല. അവർ പൗലോസിനെ കൊല്ലുവാൻ തക്കവണ്ണം തക്കം പാർത്തു. അതാണ് നാം വേഴ്സ് 39 വായിച്ചത്. But then some Greek-speaking Jews with whom he had argued plotted to murder him. However, when the other believers heard about his danger, they took him to Caesarea and then sent him to his home in Tarsus. ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർ പൗലോസ് ലീഹായെ കൊല്ലുവാൻ കെണിയൊരുക്കി. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ ഈ ബർന്നബാസിൻ്റെ പ്രസംഗം മൂലം അല്ലെങ്കിൽ ബർന്നബാസിൻ്റെ ആ സംസാരം വിശ്വസിച്ച് പൗലോസിനെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ ബർന്നബാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ തന്നെ 15-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു വ്യക്തിയെ, അതായത് മർക്കോസ് എന്ന യോഹന്നാനെ അഥവാ ജോൺ മാർക്ക് തൻ്റെ മിഷനറി യാത്രയിൽ കൂടെ കൊണ്ടുപോകുവാൻ തയ്യാറാകുന്നതായി നമുക്ക് കാണാം. ഈ ജോൺ മാർക്കിന് അത്ര നല്ല ഒരു ട്രാക്ക് റെക്കോർഡില്ലായിരുന്നു. എങ്കിൽ പോലും യേശുക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ ആ നല്ല സ്വഭാവം കണ്ടുകൊണ്ട് ആ സ്വഭാവത്തിൽ അവൻ്റെ ജീവിതയാത്രയിൽ മുന്നേറുവാൻ തക്കവണ്ണം അവനെ പ്രോത്സാഹിപ്പിക്കുവാൻ ഈ ബർന്നബാസ് തുനിയുകയാണ് ചെയ്തത്. തൻ്റെ മിഷനറി യാത്രയിൽ പൗലോസിനോടൊപ്പം ഈ ജോൺ മാർക്കിനെയും ബർന്നബാസ് കൂടെ കൂട്ടുകയാണ് ചെയ്തത്. പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് ദൈവവചനം എത്രമാത്രം നാം ഉൾക്കൊള്ളുന്നുവോ അതനുസരിച്ച് മറ്റുള്ളവരെ അപരനെ ചേർത്തുകൊള്ളുവാൻ നമുക്ക് ഇടയാകും. ദൈവത്തെ അവൻ്റെ കരുണനിമിത്തം മഹത്വീകരിക്കുക, തമ്മിൽ ഏക ചിന്തയോടെ ഇരിക്കുക. ഇവിടെ ഏകചിന്ത എന്നത് ദൈവചിന്തയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസത്തെ ചിന്തകളെല്ലാം ഒരുമിച്ച് വന്നിരിക്കുന്ന വചനഭാഗമാണ് അടുത്തത്.
the book of Romans, chapter 15, verses 5 to 9. ഇന്നത്തെ കീ വേഴ്സ് ഞാൻ എടുത്തിരിക്കുന്നതും ഈ വചനഭാഗത്തു നിന്നാണ്. വേഴ്സ് 7. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ. വെൽക്കം ആൻഡ് റിസീവ് വൺ അനദർ, even as Christ has welcomed and received you for the glory of God. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ അവിടുത്തെ വിശ്വാസികളോട് പറയുകയാണ്, എന്നാൽ നിങ്ങൾ ഐകമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവാം ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടെ ഇരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. May God, who gives patience, steadiness and encouragement, help you to live in complete harmony with each other, each with the attitude of Christ towards the other. And then all of us can praise the Lord together with one voice, giving glory to God, the Father of our Lord Jesus Christ. So, warmly welcome each other into the church, just as Christ has warmly welcomed you. Then God will be glorified. Remember that Jesus Christ came to show that God is true to his promises and to help the Jews. And remember that he came also that the Gentiles might be saved and give glory to God for his mercies to them. That is what the psalmist meant when he wrote, I will praise you among the Gentiles and sing to your name. ഇവിടെ പ്രധാനമായും 6 ചിന്തകളാണ് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് നൽകുന്നത്. ഒന്നാമതായി തമ്മിൽ കൂട്ടായ്മ ആചരിക്കുക, ഫെലോഷിപ്പ്. രണ്ടാമത് പരസ്പരം അംഗീകരിക്കുക, അക്സെപ്റ്റൻസ്. ഈ അംഗീകരണത്തിൽ അഥവാ കൂട്ടായ്മയിൽ നടക്കുന്നത് പരസ്പരമുള്ള അപ്ലിഫ്റ്റ്മെൻ്റ് ആണ്. മൂന്നാമതായി ടോക്ക് അബൌട്ട് ഗോഡ്, ദൈവത്തെപ്പറ്റി മാത്രം സംസാരിക്കുക. നാലാമതായി ഷെയർ ദ ഇൻ്റർവെൻഷൻ ഓഫ് ഗോഡ് മ്യൂച്വലി, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടത്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പരസ്പരം സംസാരിക്കുക. ഇവിടെ വിശുദ്ധ കന്യകമറിയാമും എലിസബത്തും ചെയ്തത് അതാണ്. അഞ്ചാമതായി സ്റ്റേ ഇൻ മ്യൂച്വൽ ഹാർമണി ഇൻ അക്കോർഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്, തമ്മിൽ ഏക ചിന്തയോടെ ഇരിപ്പേൻ. ആറാമതായി കൂട്ടായ്മയിൽ രൂപപ്പെടുന്നത് ദൈവബോധമാണ് എന്ന ചിന്ത. നാം എപ്പോൾ കൂട്ടായ്മ ആചരിച്ചാലും അവിടെ രൂപപ്പെടുന്നത് ദൈവബോധമാണ്, ദൈവം എന്നുള്ള ചിന്ത. ഈ ദൈവ സാന്നിധ്യത്തിലെ അത്ഭുതങ്ങളാണ് ദൈവിക സ്നേഹം, സമാധാനം, സന്തോഷം ഇവ. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.